ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അപ്രൻറ്റീസ് പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ 4500ഓളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 12/6 മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്കായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ അപ്രൻറ്റീസ് പോസ്റ്റുകളിലേക്ക് ഇന്ത്യയിലുടനീളം അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 4500 ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12/6/2026 മുതലാണ്. 22/6/2026 വരെ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയും 12/6/2026 മുതൽ 22/6/2026 വരെയാണ്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജൂലൈ ഫസ്റ്റ് വീക്ക് ഉണ്ടായിരിക്കുമെന്നാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നാറ്റ്സ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. അതായത് കാൻഡിഡേറ്റ് 31/5/1998 31/5/2006 ഇടയിൽ ജനിച്ച ആളുകളായിരിക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. 12 മാസത്തേക്കായിരിക്കും ട്രെയിനിങ് കാലാവധി വരുന്നുണ്ടായിരിക്കുക. SC/ST കാൻഡിഡേറ്റിന് 5 വർഷവും OBC കാൻഡിഡേറ്റിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സ് പരിശോധിക്കാം. BFSI SSC നടത്തുന്ന ഓൺലൈൻ ടെസ്റ്റിൻ്റെയും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് വരുന്ന ഓൺലൈൻ എക്സാമിനേഷൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ്. ഓൺലൈൻ ടെസ്റ്റിൽ പാസ്സാവുന്നവർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. 1 വർഷത്തേക്കാണ് കോൺട്രാക്റ്റ് കാലാവധി വരുന്നത്. ഈ കാലയളവിൽ 15000 രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറൽ EWS OBC വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് GST അടക്കം 944 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. ജനറൽ EWS OBC കാറ്റഗറിയിൽ വരുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 708 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. SC/ST കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും 236 രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് വരുന്നത്. PWBD ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ വരുന്നവർക്കും 236 രൂപ തന്നെയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഉദ്യോഗാർത്ഥികൾ ആദ്യം തന്നെ നാറ്റ്സ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം BSFI SSCയുടെ വെബ്സൈറ്റായ bib.bfsissc.com എന്ന വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് അവരുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നോട്ടിഫിക്കേഷൻ്റെ അവസാനം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോസ്റ്റിൻ്റെ ഒഴിവുകൾ പരിശോധിക്കാം. ഇന്ത്യയിലുടനീളം 4500 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിലേക്ക് 116 ഒഴിവുകളാണ് നിലവിലുള്ളത്. SC 12, ST 1, OBC 31, EWS 12, UR 60 എന്നിങ്ങനെ 116 ഒഴിവുകളാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ജില്ല തിരിച്ചുള്ള ഒഴിവുകൾ പരിശോധിച്ചാൽ എറണാകുളം 11, ഇടുക്കി 4, കണ്ണൂർ 5, കാസർഗോഡ് 1, കോട്ടയം 9, കോഴിക്കോട് 4, മലപ്പുറം 3, പാലക്കാട് 5, തൃശ്ശൂർ 10, വയനാട് 4, ആലപ്പുഴ 8, കൊല്ലം 16, പത്തനംതിട്ട 16, തിരുവനന്തപുരം 20 എന്നിങ്ങനെയാണ് 116 ഒഴിവുകൾ വന്നിട്ടുള്ളത്. എല്ലാ ജില്ലകളിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട്. റിസർവേഷൻ ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആയത് ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ അപ്രൻറ്റീസ് പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 4500 പോസ്റ്റുകളിലേക്ക് 12/6/2026 മുതൽ 22/6/2026 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡിഗ്രി യോഗ്യതയായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.